വാർഷിക ഓൺലൈൻ സെമിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ കൃഷിയും ഋഷി ഫൗണ്ടേഷനും കൂടി ഒരുമിച്ച് നടത്തുന്ന ഒരു സെമിനാറാണിത്. ഈ രണ്ട് പ്ലാറ്റ്ഫോമുകളും പ്രവർത്തിക്കുന്നത് കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. സമൂഹത്തിലെ ഉൽപ്പന്നങ്ങളെ ഇടനിലക്കാരില്ലാതെ വിൽക്കാനും വാങ്ങാനുമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എന്റെ കൃഷി. ഋഷി ഫൗണ്ടേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ കർഷകർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു NGO ആണ്. അതിലൂടെ കാർഷിക രംഗത്ത് വരുന്ന ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ സമൂഹത്തിലേക്ക് എത്തിക്കാനും അതുപോലെ നമ്മുടെ വീടുകളിൽ കുറഞ്ഞ ചെലവിൽ ചെയ്യാൻ പറ്റുന്ന ട്രേഡ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇന്ന് നമുക്ക് സെമിനാർ എടുക്കുന്ന വിഷയം കാർബൺ ന്യൂട്രൽ. സെമിനാർ നയിക്കുന്നത് സുബ്രഹ്മണ്യൻ സാർ, റിട്ടയർഡ് അസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഓഫീസർ. സാറിനെ ഈ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സെമിനാറിലേക്ക് വന്ന് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് സെമിനാർ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. മാഡം, ഞാൻ സ്ക്രീൻ ഷെയറിംഗ് കൂടെ ഒന്ന് നോക്കുകയാണേ, ഒരു മിനിറ്റ്. ഉറപ്പായിട്ടും സാർ നോക്കിക്കോളൂ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ തുടങ്ങിക്കോട്ടെ മാഡം? ഹലോ, തുടങ്ങാം. കുഴപ്പമില്ല, ശരി. അപ്പൊ എല്ലാവർക്കും നമസ്കാരം പറയാണ്. നമ്മുടെ വിഷയം ഒരിച്ചിരി വളരെ വലുതാണ്. ഈ ആനുകാലിക സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായ ഒരു വിഷയമാണിത്. ഇതിനെ വളരെ കുറച്ച്, അതായത് ഒരു 100% മാത്രമേ എനിക്ക് ഒരു മണിക്കൂർ കൊണ്ട് കവർ ചെയ്യാൻ കഴിയുള്ളൂ. ഞാൻ പരമാവധി എല്ലാ പോയിന്റ്സും ടച്ച് ചെയ്തുകൊണ്ട് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. അത് അങ്ങനെ തന്നെ നടക്കുമെന്ന് വിചാരിച്ചു. നമ്മുടെ വിഷയം ശരിക്കും പറഞ്ഞാൽ കാർബൺ ന്യൂട്രൽ. ഇത് വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. പണ്ട് കാലത്ത് മനുഷ്യൻ പ്രകൃതിയെ ആശ്രയിച്ചാണ് ജീവിച്ചു വന്നിരുന്നത്. മനുഷ്യന്റെ സർവവും പ്രകൃതിയാണ് എന്ന് അവൻ പൂർണ്ണമായി വിശ്വസിച്ച് ആരാധിച്ചു പോന്നിരുന്നു. എന്നാൽ ശാസ്ത്രയുഗത്തിൽ അവൻ വളരാൻ തുടങ്ങിയപ്പോൾ ആധുനിക ലോകത്തിന്റെ പരിഷ്കാരത്തിന്റെ മഞ്ഞപ്രഭയില് സകല സൗഭാഗ്യങ്ങളും അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തി. അതായത് വികസനം പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുന്നു എന്ന ബോധം പൂർണ്ണമായിട്ടും അങ്ങ് മറന്നുപോയ ഒരു സമൂഹമായി മാറി. അത് പ്രകൃതിയെ അടിച്ചമർത്തുകയും അവഗണിക്കുകയും ചെയ്തു. ഇതിന്റെ പ്രതിഫലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ വിനാശ വഹിക്കുന്നവയാണ്. അതായത് നമ്മുടെ ഇന്നത്തെ ഈ നിമിഷം പോലും നമ്മളിപ്പോ ഒരിക്കലും കാണാത്ത നല്ല ഒരു ചൂടാണ് ഇപ്പൊ നമുക്കുള്ളത്. അതായത് ആഗോള താപനം, കാലാവസ്ഥാ വ്യതിയാനം, മലിനീകരണം, അതുപോലെ തന്നെ ഈ തുടർച്ചയായിട്ടുള്ള ഈ കാലാവസ്ഥാ വ്യതിയാനം തുടർച്ചയായി ഉയരുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാല് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അതിപ്രസരമാണ്. ഇതിന്റെ അനന്തരഫലം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് വളരെ വളരെ വലുതാണ്. അതായത് ജലാശയങ്ങളെല്ലാം ജലം ഇല്ലാതെ അത് വറ്റി വരണ്ടു തുടങ്ങുകയാണ്. അതിനേക്കാളും വലിയ ഡേഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹിമപാളികൾ, ധ്രുവങ്ങളിലെ ഹിമപാളികൾ ഉരുകാൻ തുടങ്ങിയാൽ ആ സമീപത്തുള്ള അങ്ങനെയുള്ള നദികൾ, അവിടുന്ന്, അതായത് ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളിലെ വെള്ളപ്പൊക്കം, തീരപ്രദേശം വിഴുങ്ങുന്ന കടല്, വൻതോതിലുള്ള ജലദാരിദ്ര്യം, അതായത് കുടിവെള്ളം വെള്ളം കൂടുതലുണ്ടെങ്കിലും കുടിവെള്ളവും ജലസേചനത്തിനുള്ള ജലവും നമുക്ക് വളരെ കുറവായി ജലദാരിദ്ര്യം ഉണ്ടാകുകയാണ്. അതുപോലെ തന്നെ ഭൂഗർഭജലം വൻതോതിൽ ഊറ്റിയെടുക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും? അവിടെയും പ്രശ്നങ്ങൾ വരികയാണ്. അതുപോലെ തന്നെ ഉപരിതല ജലം താഴേക്ക് പോകും. ധ്രുവങ്ങളിലുള്ള മഞ്ഞുപാളികൾ ഉയരുന്നു.
ഉരുകുന്നു. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ കരകവിഞ്ഞു ഒഴുകുന്നു. അതുപോലെ തന്നെ എല്ലാ വർഷവും ഓരോ 10 വർഷത്തിലും 4.8 മില്ലിമീറ്റർ സമുദ്ര ജലനിരപ്പ് ഉയരുകയാണ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിനെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ല എങ്കിൽ വളരെ അപകടമാണ്. അതിനോടൊപ്പം തന്നെ നമ്മളുടെ കാലാവസ്ഥാ വ്യതിയാനം, അതിനോട് അനുബന്ധിച്ചുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിൽ മണ്ണൊലിപ്പ്, വനനശീകരണം, അതുപോലെ തന്നെ ഉള്ള പ്രശ്നങ്ങൾ കാരണവും നമുക്ക് വളരെ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അംശം അന്തരീക്ഷത്തിൽ കൂടുതലായിട്ട് കയറുന്നു. അതുപോലെ തന്നെ നൈട്രജൻ വളങ്ങളുടെ ദുരുപയോഗം, രാസമാലിന്യങ്ങൾ അശാസ്ത്രീയമായി സംസ്കരിച്ച് ചെയ്യാത്തത് കൊണ്ടുള്ള ദൂഷ്യങ്ങള്, അതുപോലെ തന്നെ ഏറ്റവും വിനാശകരമായിട്ട് മാറുന്നത് സമുദ്രത്തിന്റെയും ജലാശയങ്ങളുടെയും സ്വാഭാവിക രസതന്ത്രം മാറിപ്പോവുകയാണ്. അതായത് അവിടുത്തെ ആവാസ വ്യവസ്ഥ തകർന്നു പോകുന്നു. അതോടൊപ്പം തന്നെ പുതിയ രോഗങ്ങൾ, നമ്മുടെ കോവിഡ് തുടങ്ങി പുതിയ രോഗങ്ങൾ സൃഷ്ടിക്കപ്പെടും. അവിടെ പണ്ട് പറഞ്ഞതുപോലെ പഞ്ചഭൂതങ്ങൾ ലയിച്ചു നിൽക്കുന്നതിൽ 3 കാര്യങ്ങൾ വരും തലമുറയ്ക്ക് വളരെ ഭംഗിയായി നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ജലം, മണ്ണ്, വായു. അതിന് സിമ്പിളായിട്ട് പറയുന്നത് ലോ എന്നുള്ളത്, അതായത് ലാൻഡ്, എയർ, വാട്ടർ. ഇത് 3 മലിനീകരണം സംഭവിക്കാതെ അല്ലെങ്കിൽ മലിനപ്പെടുത്താതെ വരും തലമുറയ്ക്ക് ശുദ്ധമായി കൈമാറണം. എന്നാൽ ഇപ്പോൾ നമ്മുടെ മനുഷ്യന്റെ ഒരു പ്രകൃതം എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രകൃതി ദത്തമായ ശക്തിയെക്കാളും ശക്തനാണ് എന്ന ഭാവം മനുഷ്യനിൽ വളരെ കൂടുതൽ ഉടലെടുത്തിട്ടുണ്ട്. ഈ വിനാശകാരികളായ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ കുറവാണ് ഞാൻ പറഞ്ഞത്. ഇവയെല്ലാം നിയന്ത്രിച്ച് അതിനെ പഴയ കോലത്തിലേക്ക് അല്ലെങ്കിൽ പഴയ രീതിയിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം കാർബണിനെ ന്യൂട്രലാക്കുക, അതിനെ ഒന്ന് ശാന്തമാക്കി നിൽക്കുക, അല്ലെങ്കിൽ ന്യൂട്രലാറ്റിയിലേക്ക് വരണം. അതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഞാനും നിങ്ങളും എല്ലാവരും, അതോടുകൂടി ഈ സമൂഹത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും അടക്കം വരുന്നതാണ്. അതിനെ നമുക്ക് പ്രകൃതിയുമായിട്ട് നമ്മുടെ ഒന്ന് ലിങ്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാവരെയും ഒരു ചെറിയൊരു നൂലിൽ കൊളുത്തിയിട്ടിട്ടുണ്ട്. ആ നൂല് എന്ന് പറയുന്നത് ഓക്സിജൻ എന്നുള്ള തന്മാത്രയാണ്. അതായത് ശ്വസനം എന്നുള്ള പ്രക്രിയ. ശ്വാസം നിലച്ചാൽ എല്ലാം നിലച്ചു. ആ ഇതില് കാർബൺ ഡൈ ഓക്സൈഡ് ചെന്ന് മലിനമാകുക എന്ന് പറയുന്നത് തടഞ്ഞില്ല എങ്കിൽ നമുക്ക് വളരെ വലിയ വിപത്തുകളാണ് കാത്തിരിക്കുന്നത്. അതായത് എല്ലാവിധ ദൈനംദിന പ്രവർത്തനത്തിന്റെയും ഫലമായി കാർബൺ ഡൈ ഓക്സൈഡ്, അതല്ല എങ്കിൽ ഗ്രഹവാതകങ്ങൾ പുറത്തുവിടുന്നു. ഈ ഗ്രഹവാതകങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഇനി പറയേണ്ട 3 പദങ്ങൾ. ഒന്ന് കാർബൺ ന്യൂട്രൽ, കാർബൺ ഫുട് പ്രിന്റ്, നെറ്റ് സീറോ എമിഷൻ. ഇത് 3 വളരെ ലിങ്ക് ആയിട്ടാണ് പോകുന്നത്. എന്താണ് കാർബൺ ഫുട് പ്രിന്റ് എന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വ്യവസായ സ്ഥാപനം, അതല്ലെങ്കിൽ ഒരു രാജ്യം, അവയല്ലെങ്കിൽ എല്ലാം ആരാണോ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, അവയുടെ പ്രവർത്തനം മൂലം വായുവിലേക്ക് പുറത്തേക്ക്, അതായത് വായുവിലേക്ക് പുറന്തള്ളപ്പെടുന്ന മൊത്തം ഗ്രീൻ ഹൗസ് വാതകങ്ങൾ, അതായത് നമ്മുടെ ഹരിത ഗ്രഹവാതകങ്ങളുടെ അളവിനെയാണ് ഫുട് പ്രിന്റ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു കാർബൺ ന്യൂട്രൽ, രണ്ടാമത്തതാണ് നമ്മുടെ ഫുട് പ്രിന്റ്. ഇത് ഈ കാർബൺ ഫുട് പ്രിന്റിന്റെ കാരണക്കാര് ആരാണെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരുമാണ്. ആ കാർബൺ ന്യൂട്രലിലേക്ക് കൊണ്ടുവരേണ്ട കടമയും നമുക്കാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ ചെറിയ പോയിന്റ്സ് ഞാൻ പറയുന്നു. വാഹനങ്ങളുടെ ഉപയോഗം കൊണ്ട് നമ്മൾ, അല്ലെങ്കിൽ ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു സമൂഹം, എല്ലാവരും കാർബൺ ഡൈ ഓക്സൈഡിനെ അന്തരീക്ഷത്തിലേക്ക് ഇടും. കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല, മീഥെയ്ൻ തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ കാർബൺ ന്യൂട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഭൂമിയെ നമുക്ക് സംരക്ഷിക്കേണ്ട കടമയുണ്ട്. അപ്പം നമുക്ക് എന്താണ് സംഭവിച്ചത്, എന്താണ് കാലാവസ്ഥ വ്യതിയാനം, എപ്പോഴാണ് കാലാവസ്ഥ ഇത് തുടങ്ങിയത്, ചൂടിന്റെ പ്രശ്നം വന്നു. ഈ ചൂടിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആഗോള താപനം വളരെ കൂടുതൽ വന്നിരിക്കുകയാണ്. അത് നമ്മുടെ വലിയൊരു വിപത്താണ്. ഇപ്പൊ ഏറ്റവും നമ്മൾ എത്തി നിൽക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോഴത്തെ കണക്ക് അനുസരിച്ച് ഇന്ത്യ ഒരു ചൂടൻ രാജ്യമായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം എന്താ, ലോകത്തിലെ ഏറ്റവും ചൂട് കൂടിയ നഗരങ്ങളെ എടുക്കുകയാണെങ്കിൽ 100 എണ്ണത്തിൽ 95 എണ്ണവും ഇന്ത്യയിലാണ് എന്നുള്ളത്. അപ്പം ഇതിനെ നമ്മൾ ഇനിയും മറന്നാൽ, അതായത് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ വരാൻ പോകുന്ന മാറ്റം, അടുത്ത 2 ആഴ്ച ലോകത്തിലെ ഏറ്റവും ചൂടേറിയ രാജ്യമായി ഇന്ത്യ മാറുകയാണെന്നാണ് ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിന്റെ മൂല്യം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി ഇതിനോട് പ്രതികരിക്കണം. ഇതിനകത്ത് നിന്ന് കാർബൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞ ഒരു സംഗതിയും കൂടിയുണ്ട്. അതായത് അതിനെ വിറ്റ് കാശാക്കുന്ന പദ്ധതി. അതാണ് കർഷകൻ ഏറ്റവും കൂടുതൽ
പിന്നെ ഗുണപ്രദമായി വരുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ തന്നെ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ ന്യൂട്രലൈസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഏണിംഗ് ആണ്, ഒരു വരുമാനമായിട്ടാണ് അത് കരുതുന്നത്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു അളവുകോല് മാത്രമാണ്. കാർബൺ, മീഥേൻ, നൈട്രസ് ഓക്സൈഡ് തുടങ്ങിയത്, അതിൽ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അതിന്റെ അളവുകോലായിട്ട് വരുന്നത്. മീഥേനുമായിട്ട് നമ്മൾ ഈക്വലൈസ് ചെയ്യുകയാണെങ്കിൽ 28 തുടങ്ങി 30 കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രയ്ക്ക് തുല്യമാണ് ഒരു മീഥേൻ വാതകത്തിന്റെ ഒരു തന്മാത്രയ്ക്ക്. അപ്പൊ നമ്മുടെ പിന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ പ്രത്യേകതകൾ, ആ ഇതിൽ വരുന്ന പ്രശ്നങ്ങളുമാണ് നമ്മുടെ താപത്തിന് ഏറ്റവും കൂടുതൽ കാരണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങിയില്ലെങ്കിൽ അത് വലിയ വിനാശത്തിന് കാരണമാകും. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു വർഷം ഉണ്ടാക്കുന്ന മുഴുവൻ കാർബൺ ഈക്വൽ ടു നിങ്ങളുടെ കാർബൺ ഫുട് പ്രിന്റ് ആണ്. അതായത് നിങ്ങൾ എത്രയാണോ നിങ്ങൾ എടുക്കുന്നത് അതനുസരിച്ച്. ഇതിന് ഒരു കണക്ക് വന്നിരിക്കുന്നത് 2019 കണക്കടിച്ച് 410 നിൽക്കുന്നത്. അതായത് എന്തൊക്കെയാണ് ഗ്രീൻ ഹൗസ് വാതകത്തിന്റെ ഇതനുസരിച്ച് അന്തരീക്ഷത്തിലേക്ക് കടന്നു വരുമ്പോൾ 100-ല് വ്യവസായം 24%, ഭൂവിനിയോഗം 22%, ഊർജ വിതരണം 34%, കെട്ടിടങ്ങളിൽ 5.6, ഗതാഗതത്തിൽ നിന്ന് 15% വരുന്നത്. അതായത് വ്യവസായങ്ങൾക്ക് ഈക്വലന്റ് ആയിട്ടാണ് നമ്മുടെ കാർഷിക വനവൽക്കരണത്തിന്റെയും ഭൂവിനിയോഗത്തിന്റെയും ഇത് വരുന്നത് 22% ആയിട്ടാണ് വരുന്നത്. നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യവസായവൽക്കരണവും ബാക്കിയുള്ള ജീവിതത്തിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളിലേക്കും നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളെ വികസനത്തില് പരിസ്ഥിതിയെ ഒരു വിധത്തിലും മൈൻഡ് ചെയ്യാതെ, ഒരു വിധത്തിലും പ്രതികരിക്കാതെ കടന്നു പോകുന്നതിന്റെ പ്രശ്നങ്ങളാണ് നമ്മൾ അതിന്റെ പ്രത്യാഘാതങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹരിതവാതകങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടുള്ള ഹരിതവാതകങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേന്, നൈട്രസ് ഓക്സൈഡ് തുടങ്ങിയിട്ടുള്ളത്. അപ്പം ഇവയൊക്കെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം, ഏതൊക്കെ വിധത്തിൽ നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റും, അതുപോലെ തന്നെ നമ്മൾ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമ്മൾ എന്തൊക്കെ ചെയ്യണം, അങ്ങനെ ചെയ്യുമ്പോൾ കാലാവസ്ഥ വ്യതിയാനം എങ്ങനെയൊക്കെ നമുക്ക് നേരിടാം എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പം കാർബൺ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു വർഷം ഉണ്ടാക്കുന്ന മുഴുവൻ കാർബൺ ഡൈ ഓക്സൈഡ് നിങ്ങളുടെ കാർബൺ ഫുട് പ്രിന്റ് എന്നാണ് അറിയുക. നിങ്ങൾ പുറത്തുവിടുന്ന കാർബൺ പൂർണ്ണമായും ഓഫ്സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ന്യൂട്രൽ ആക്കി. ഇത് അന്തരീക്ഷത്തിൽ നിന്ന്, വ്യക്തമായി പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നതോ ഒഴിവാക്കുന്നതോ അല്ലെങ്കിൽ വേർതിരിച്ച് ഇല്ലാതാക്കുകയോ ചെയ്യുന്ന ഒരു മെട്രിക് ടൺ കാർബൺ ഡൈ ഓക്സൈഡിന് തത്തുല്യമായ കാർബൺ ഡൈ ഓക്സൈഡോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായ ഹരിതഗ്രഹവാതകമോ ആണ് ഒരു കാർബൺ ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുക. ഈ കാർബൺ ക്രെഡിറ്റിനെ ഇന്നത്തെ നിലയിൽ നമുക്ക് തുച്ഛമായ പൈസയെ കിട്ടുന്നുള്ളൂ എങ്കിൽ പോലും അത് ഒരു നല്ല വരുമാന സ്രോതസ്സായിട്ട് കർഷകരിലേക്ക് മാറ്റാൻ കഴിയും. ഒരു കാർബൺ ക്രെഡിറ്റിന് ഇപ്പൊ നിലവിലുള്ളത് 700 രൂപ മുതൽ 1500 രൂപ വരെയാണ്. എന്നാൽ ആവശ്യക്കാർ കൂടുന്നു. എന്താണ് ആവശ്യം? ആ ആവശ്യക്കാർ കൂടുന്നത് എങ്ങനെയാണ്? അതും കൂടെ മനസ്സിലാക്കുമ്പോഴാണ് ഇതിന്റെ വിപണന സാധ്യത നമുക്ക് മനസ്സിലാകുന്നത്. കാർബണിന്റെ വിപണിയിൽ നമ്മുടെ പങ്കാളിത്തം നിർബന്ധമാക്കേണ്ടതും അതിനു വേണ്ടിയിട്ട് സന്നദ്ധ കാർബൺ വിപണി നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും വേണം. അങ്ങനെ ചെയ്യുമ്പോൾ ശോഭിക്കുന്ന പ്രകൃതിക്ക് ഒരു കൈത്താങ്ങായിട്ട് നമുക്ക് മാറാൻ കഴിയും. പ്രകൃതിയെ ഈ മഹാവിപത്തിൽ നിന്ന് രക്ഷിക്കാനും അതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനുള്ള ചുമതല നമുക്ക് തന്നെയാണ്. പ്രകൃതിയെ രക്ഷിക്കുക എന്നത് എല്ലാവരുടെയും ബാധ്യതയാണ്. ചുരുക്കി പറഞ്ഞാൽ എല്ലാ വ്യവസായങ്ങളും, എല്ലാ രാജ്യങ്ങളും, എല്ലാ വ്യക്തികളും നിയമപരമായി ബാധിക്കുന്ന ഒരു ഇതാണ്. ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പറ്റുന്നത് നമ്മളെപ്പോലെ കർഷകർക്കാണ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന ബില്ലിനെ നിയന്ത്രിച്ച് അതുവഴി കാർബൺ വിറ്റ് കാശാക്കാം. അതായത് കാർബൺ ക്രെഡിറ്റിലൂടെ, അതായത് കാർബൺ പുറത്തു വിടുന്നതിന് പരിഹാരമായി കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ കാർബൺ കുറയ്ക്കുകയോ ആ ഒരു സംവിധാനത്തിൽ വരികയോ ചെയ്യുമ്പോൾ കാർബൺ ക്രെഡിറ്റ് എന്ന് നമ്മൾ വിവക്ഷിക്കുന്നത്. അപ്പോൾ പറഞ്ഞ കാർബൺ ഫുട് പ്രിന്റ് ഇതിനകത്ത് നമുക്ക് എല്ലാവർക്കും നിയമം ഒരുപോലെയാണ്. നമ്മൾ ഇനി കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ വ്യവസായങ്ങളുടെയും കാര്യങ്ങൾ പറഞ്ഞു. അതിനകത്ത് ലോ ഇമ്പോർട്ടന്റ് ആണ്. LAW, അതായത് ലാൻഡ്, എയർ, വാട്ടർ. ഇവ നന്നായിട്ട് നമ്മൾ സംരക്ഷിച്ചാൽ ഇതിനെല്ലാത്തിനും ഒരു പരിഹാരമാകും. അത് ഒരു കൃഷിക്ക് ഒരു കൈത്താങ്ങും ആകും.
അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യാൻ പറ്റുന്നത് ഹരിത സസ്യങ്ങള് അല്ലെങ്കിൽ ഹരിതാഭമായ പ്രദേശം കൂടുതൽ ഉണ്ടാക്കുക. നമുക്ക് ഒരിക്കലും സൂര്യപ്രകാശം നേരിട്ട് ഭൂമിയിൽ പതിക്കാതെ അതിനെ എന്ത് ചെയ്യണം, അതായത് ഇലകളിലേക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയാൽ, പിടിച്ചെടുക്കാൻ പറ്റിയാൽ അതൊരു ഇതാണ്. അതായത് ഹരിത സസ്യങ്ങൾക്ക് മാത്രമേ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തില് കാർബൺ ഡൈ ഓക്സൈഡിനെയും കൂട്ടി ഇതായിട്ട് ഓക്സിജനെ റിലീസ് ചെയ്ത് നിർമ്മിക്കാൻ പറ്റുള്ളൂ. അതായത് കാർബോഹൈഡ്രേറ്റിന്റെ നിർമ്മാണ പ്രക്രിയ, പ്രകാശ സംശ്ലേഷണം എന്ന് നമ്മൾ വിവക്ഷിക്കുന്നത്. ഇതില് നമുക്ക് വ്യക്തിപരമായി കുറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ആ വ്യക്തിപരമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് കടന്നു ചെല്ലുമ്പോൾ ആ ഗ്രൂപ്പിൽ, അതായത് നമുക്ക് ഒരു വാഹനം അഞ്ച് പേര് യാത്ര ചെയ്യുന്ന ഒരു വാഹനത്തില് ഒരാൾ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷന് ന്യൂട്രലൈസ് ചെയ്ത് പോകാൻ പറ്റും. അതുപോലെ തന്നെ കൃഷിയിലാണെങ്കിൽ കാർബണിലെ ജൈവ കൃഷി രീതിയും വനവൽക്കരണവും പുതയിടയിലുമാണ് കൃഷിയിൽ നമുക്ക് ഇവയെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിൽ താപനം കുറയ്ക്കാൻ പറ്റുന്ന മാർഗങ്ങൾ. അതുപോലെ തന്നെ മൃഗങ്ങളുടെ ആക്രമണം, വയനാട് ജില്ലയിലായതുകൊണ്ട് മൃഗങ്ങളുടെ ആക്രമണം മറ്റു ജില്ലകളിലേക്കും ഒക്കെ വ്യാപിക്കാൻ തുടങ്ങി. ഇവയൊക്കെ നമുക്ക് കാർബൺ ഫുട്പ്രിന്റിന്റെ കാർബൺ ക്രെഡിറ്റിന്റെ പേരിലും കിട്ടുന്നത് വെച്ച്, അതായത് അതിന്റെ നിയന്ത്രണത്തിലൂടെ നമുക്ക് ഇവയൊക്കെ നമുക്ക് കടിഞ്ഞാണിട്ട് കർഷകന് നല്ലൊരു വരുമാനം സൃഷ്ടിച്ചു കൊടുക്കാൻ, നേടിക്കൊടുക്കാൻ നമുക്ക് കഴിയും. അതിന് കർഷകന്റെ നട്ടെല്ലായിട്ട് പ്രവർത്തിക്കുന്ന ഈ സംഘടനകൾക്ക് കഴിയും എന്നെനിക്ക് ഉറപ്പുണ്ട്. നമ്മുടെ മലിനീകരണത്തിന്റെ തോത്, അതായത് അന്തരീക്ഷത്തിലേക്ക് കൊടുത്തുവിടുന്ന കാര്യങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്ത്, അതായത് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് ഇത് കൊടുക്കുന്നതും അതുപോലെ തന്നെ ഹരിത വാതകങ്ങൾ അങ്ങോട്ടേക്ക് അയക്കുന്നതും നമ്മൾ കൺട്രോൾ ചെയ്യുകയോ, അതിനല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യവസായ സ്ഥാപനത്തിൽ നിന്ന് വരുന്ന പൊല്യൂഷൻ, അതായത് മലിനീകരണത്തിന് ഈക്വലന്റ് ആയിട്ട് ഹരിത സസ്യങ്ങൾ നട്ട് പിടിപ്പിക്കുകയാണ് എങ്കിൽ നമുക്കതൊരു വലിയ കൈത്താങ്ങായിരിക്കും. അതായത് നമുക്ക് ഒരു പണയ വസ്തുവായിട്ട് നമുക്ക് ഒരു മരത്തെ കാണാൻ കഴിയും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അത് ഓരോ മരത്തിനും ഓരോ രീതിയിലാണ് അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുകയും ഓക്സിജനെ റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ സ്വീകരിക്കുന്നതിന് വെച്ചിട്ട് നമ്മൾ എത്ര ക്രെഡിറ്റ് ആണ്, അതായത് എത്ര കാർബൺ ക്രെഡിറ്റ് ആണ് ഒരു വർഷം ഒരു ചെടി എടുക്കുന്നത്, അതിനെ ബേസ് ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ ആ കൃഷിയിലേക്ക് കടക്കുമ്പോൾ നമുക്ക് വളരെ കാർബൺ അധിഷ്ഠിത ഫാമിംഗ് തന്നെ നടത്തണം. അപ്പൊ അതിനകത്ത് കുറെ കാര്യങ്ങളുള്ളത്. നമ്മൾ ഈവൻ ചെടികൾ കൃഷി ചെയ്യുമ്പോൾ ഏത് കൃഷിയാണെങ്കിലും ആ കൃഷിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ കൃഷിയിലേക്ക് കൊടുക്കുന്ന രാസവളം തുടങ്ങി കാർബൺ എമിഷൻ തുടങ്ങുന്നു. ഇതിനെ രാസവള നിർമ്മാണ വേളയിൽ ഫാക്ടറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കാർബണും ബാക്കിയുള്ള വാതകങ്ങളുടെയും പ്രശ്നങ്ങൾ ന്യൂട്രലൈസ് ചെയ്യാൻ കൃഷി കൊണ്ട് തന്നെ നമുക്ക് അതിന് ഒരു മറുമരുന്ന് കാണുക എന്നുള്ളതാണ് ഏറ്റവും നല്ല പ്രക്രിയ. അതിൽ നമുക്ക് ഹരിത സസ്യങ്ങൾ വെച്ചുപിടിക്കാൻ മുള ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ കാപ്പി, നെല്ലുവയല്, മലവേപ്പ്, അങ്ങനെയുള്ള പ്ലാവ്, ബാക്കിയുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിനകത്ത് 33 തരം മുളകൾ തന്നെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അതിനെ ജിയോ ടാഗ് ചെയ്തിട്ട് ചെയ്യണം. ഇത് വളരെ വലിയൊരു സബ്ജക്റ്റ് ആണ്. അവിടെ ഇവിടെ ഒക്കെ ഒന്ന് തൊട്ടുപോകാനേ കഴിയുള്ളൂ. അപ്പം ഒന്നെങ്കിൽ മണ്ണിൽ കാർബണിന്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കുക, അതായത് വിളയിൽ സംഭരണശേഷി വർദ്ധിപ്പിക്കുക. അങ്ങനെ കാർബൺ ക്രെഡിറ്റിലൂടെ കർഷകന് വരുമാനം കണ്ടെത്തുവാനുള്ള മാർഗമാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ജൈവ കൃഷി രീതിയിലൂടെ നമുക്ക് എങ്ങനെ കാർബണിനെ നമുക്ക് ന്യൂട്രലൈസ് ചെയ്ത് കൊടുക്കാം, അതായത് രാസവളത്തിന്റെ ഉപയോഗം കുറയ്ക്കുക. അതുപോലെ തന്നെ അങ്ങനെ രാസവളത്തിന്റെ ഉപയോഗം കുറയ്ക്കുമ്പോഴുള്ള നേട്ടം എന്ന് പറഞ്ഞാൽ വായു മലിനീകരണം, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേന്, നൈട്രസ് ഓക്സൈഡ് തുടങ്ങിയൊക്കെ ഈ രാസവള പ്ലാന്റുകളിൽ നിന്ന് ഉയർന്നു പോകുന്നു. അതുപോലെ തന്നെ ഇന്ധന നിർമ്മാണം, അതിന് വേണ്ടിയിട്ടുള്ള ഇന്ധന നിർമ്മാണം, അതുകൊണ്ടുള്ള മലിനീകരണം കുറയ്ക്കുന്നു. മണ്ണില്, ജലത്തില് ഇവയൊക്കെ കുറയ്ക്കാൻ നമുക്ക് കഴിയും. അതുപോലെ തന്നെ കൃഷിയിൽ വരുന്ന ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുന്നതുകൊണ്ട് കീടനാശിനിയുടെ മൂളി പറഞ്ഞ പോലെ തന്നെ കീടനാശിനികളുടെ നിർമ്മാണ വേളയിൽ ഉണ്ടാകുന്ന മലിനീകരണങ്ങളെ നമുക്ക് തടയാൻ കഴിയും. രാസവളങ്ങൾക്ക് പകരം ജൈവവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ മണ്ണിൽ ജൈവാംശം വർദ്ധിക്കുന്നു. അത് മണ്ണിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സംഭരണ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നെ വരുന്നത് നമുക്ക് വനവൽക്കരണത്തിലൂടെ നമുക്ക് കാര്യങ്ങൾ നീക്കുകയാണെങ്കിൽ, അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൂര്യപ്രകാശം നേരിട്ട് ഹരിത സസ്യങ്ങളുടെ ഹരിതവർണമായിട്ടുള്ള ഇലകളിൽ ക്യാച്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതായത് തരിശു ഭൂമിയിലേക്ക് കൂടെ നമ്മൾ കൃഷി ഇറക്കണം, മരങ്ങൾ വച്ചു പിടിപ്പിക്കണം,
കൃഷിയിലൂടെ ഉള്ള അതായത് കൃഷിയിൽ കൂടുതൽ അഗ്രോ ഫോറസ്ട്രി സൃഷ്ടിക്കാൻ, കൃഷിയിലൂടെ അഗ്രോ ഫോറസ്ട്രി സൃഷ്ടിക്കാൻ നമ്മൾ ശ്രമിക്കണം. പിന്നെ വരുന്നത് നമുക്ക് പുതയിടയിൽ ആണ്, അതായത് മൾച്ചിങ്. മണ്ണിലെ ജലാംശം നിലനിർത്താൻ ഇത് സഹായിക്കുന്നു. അപ്പോൾ മണ്ണൊലിപ്പ് നമുക്ക് തടയാൻ പറ്റുന്നു. മണ്ണിലെ ജൈവാംശം വർദ്ധിക്കുന്നത് മൂലം കാർബൺ മണ്ണിൽ കൂടുതൽ സംരക്ഷിക്കാൻ കഴിയും. ശേഖരിക്കപ്പെട്ട കാർബൺ ഓരോ കർഷകനും ക്രെഡിറ്റ് ആയിട്ട് ഇങ്ങനെ നമ്മൾ കൃഷിയിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഓരോ രീതിയിലും കൃഷിയിലെ മാലിന്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃഷിയിൽ വരുന്ന വേസ്റ്റുകളെല്ലാം നമുക്ക് വിവിധ രീതിയിലുള്ള കമ്പോസ്റ്റുകളാക്കിയിട്ട് മാറ്റുകയാണെങ്കിൽ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ രാസവളത്തിന്റെ ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ കഴിയും. അതുപോലെ തന്നെ ഭൂമിയിൽ വരുന്ന കാര്യക്ഷമമായിട്ടുള്ള മാലിന്യ സംസ്കരണം, അതിനകത്ത് ഏറ്റവും നല്ലതാണ് ബയോഗ്യാസ് ഉൽപ്പന്നം. ഇത് പറയുമ്പോൾ മൃഗസംരക്ഷണം, പിന്നെ നമ്മളുടെ കാർബൺ ഡയോക്സൈഡിന്റെ മീഥെയിന്റെ അംശമാണ് ഏറ്റവും കൂടുതൽ പുറത്തേക്ക് വിടുന്നത്. ആ മീഥെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത്, അതായത് ഒരു മീഥെയിൻ തന്മാത്ര ഞാൻ നേരത്തെ പറഞ്ഞു 28 തുടങ്ങി 30 കാർബൺ ഡയോക്സൈഡിന് തുല്യമാണ്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവയുടെ നൈട്രോജീനിയസ് വേസ്റ്റ് ആയിട്ടുള്ള ചാണകത്തെ ബയോഗ്യാസ് ആക്കിയിട്ട് മാറ്റുകയാണെങ്കിൽ നമുക്ക് വിവിധ രീതിയിൽ അതിനെ മാറ്റം വരുത്താൻ കഴിയും. എനർജിയുടെ ഇതിൽ അതായത് വളമായിട്ട് ലഭിക്കുന്നു, തന്നെ നമുക്കൊരു ഇന്ധനമായിട്ട് ലഭിക്കുന്നു. ഈ ഇന്ധനം ഉണ്ടാക്കാൻ മറ്റൊരു സോഴ്സ് ആയിട്ടുള്ളത്, അതായത് ഫോസിൽ ഇന്ധനങ്ങളിലേക്ക് നമ്മൾ പോകാറുണ്ട്. ആ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ കഴിയുന്നു. ഇതൊക്കെ അന്തരീക്ഷത്തിലേക്ക് ഈ ഗ്രീൻ ഹൗസ് വാതകങ്ങളുടെ ഗ്യാസുകളുടെ എമിഷൻ കുറയ്ക്കാൻ കഴിയും. അപ്പോൾ അതോടൊപ്പം തന്നെ അത് നമുക്കൊരു കർഷകനൊരു വരുമാന മാർഗമാക്കി മാറ്റുവാനും കഴിയും. കർഷകന് എങ്ങനെയാണ് ഒരു കാർബൺ ക്രെഡിറ്റ് നേടിയെടുക്കാം എന്ന് ചോദിച്ചാൽ, ഒറ്റയ്ക്ക് നേടുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് കൂട്ടായി തന്നെ ചെയ്താലേ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് ഒരു വ്യക്തിപരമായിട്ടും അതുപോലെ തന്നെ നമുക്ക് കൂട്ടമായിട്ടും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അതായത് അടുത്ത ഞാൻ 3 ടേംസ് ഞാൻ പറഞ്ഞിരുന്നു. ആദ്യം കാർബൺ ന്യൂട്രൽ എന്നും കാർബൺ ഫുട് പ്രിന്റ് എന്നും നെറ്റ് സീറോ എമിഷൻ. ഇത് നേരത്തെ പറഞ്ഞ കാർബൺ ന്യൂട്രലിനേക്കാൾ വളരെ വലിയ വ്യാപ്തിയുള്ള കാര്യമാണ്. ഇപ്പൊ ബയോഗ്യാസിന്റെ ഇതിൽ പറഞ്ഞ പോലെ തന്നെ പിന്നെ കമ്പോസ്റ്റ് എടുക്കാം നമുക്ക്, അതുപോലെ തന്നെ കാര്യക്ഷമമായിട്ടുള്ള വളപ്രയോഗം, അതുപോലെ തന്നെ നെൽകൃഷിയിലെ മീഥെയിൻ എമിഷൻ കുറയ്ക്കുന്നത്, പിന്നെ കൃഷിയിടങ്ങളിലെ തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കല്, ഇതൊക്കെ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമുക്ക് പിന്നെ കാർബൺ ഡയോക്സൈഡിന്റെ എമിഷൻ കുറയ്ക്കാൻ കഴിയും. അതുപോലെ തന്നെ ഊർജം വിവിധ നമ്മുടെ പരമ്പരാഗത ഊർജങ്ങൾ മാറ്റിയിട്ട് ചെയ്യാൻ പറ്റും. ഇനി നെറ്റ് സീറോ എമിഷൻ എന്ന് പറയുമ്പോൾ കൃഷിയിൽ നിന്ന് ഹരിതഗൃഹ വാതകങ്ങൾ, പ്രത്യേകിച്ചും കാർബൺ ഡയോക്സൈഡ്, മീഥേൻ, നൈട്രസ് ഓക്സൈഡ് എന്നീ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ എത്തുന്നത് കുറയ്ക്കുന്നതിനും പുറപ്പെടുന്ന വാതകങ്ങൾക്ക് തത്തുല്യമായി അവയെ ആഗിരണം ചെയ്യുകയോ നിഷ്ക്രിയമാക്കുകയോ ചെയ്യുന്ന അവസ്ഥയാണ് നെറ്റ് സീറോ എന്ന് പറയുന്നത്. ഈ രീതിയിൽ നെറ്റ് സീറോ എമിഷൻ, അതായത് സീറോ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൃഷിയിൽ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ജൈവ കൃഷി രീതികള്, വിളമാറ്റ കൃഷി രീതികള്, മണ്ണിന്റെ ആരോഗ്യ സംരക്ഷണം, മീഥേൻ ഉത്സർജനം കുറയ്ക്കുക, നെല്ലുവയലുകളിലെ ജല നിയന്ത്രണം നടത്തുക, രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക, കൃത്യത കൃഷി നടത്തുക, ജൈവ വളങ്ങളുടെയും പച്ചില വളങ്ങളും കാർബണിൽ വെച്ചിരിക്കുന്ന, അതായത് കാർബൺ ശേഖരിച്ചിരിക്കുന്നത് മണ്ണിലേക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുക, മണ്ണിലെ കാർബണിന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന രീതി, അതുപോലെ തന്നെ അഗ്രോ ഫോറസ്ട്രി, പിന്നെ നമുക്ക് ഊർജങ്ങളുടെ പുതിയ സ്രോതസ്സുകൾ, പുനർനിർമ്മിക്കപ്പെടുന്ന ഊർജങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോകണം. അതിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് സോളാർ പാനലുകൾ, അതുപോലെ തന്നെ കാറ്റുകളിൽ നിന്ന് ഉപയോഗിക്കുന്നത്, പിന്നെ സോളാർ പാനല്, പിന്നെ വിൻഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ തന്നെ പുതിയ പുതിയ ടെക്നോളജികൾ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബയോഗ്യാസ് ഉപയോഗിക്കാം, കാറ്റാടി ഊർജ്ജം ഉപയോഗിക്കാം, ജലവൈദ്യുത പദ്ധതികൾ ഉപയോഗിക്കാം. അങ്ങനെ ഊർജം ലാഭകരമാകുന്ന, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതാണ് നമുക്ക് ഊർജം ലാഭകരമാകുന്ന ഉപകരണങ്ങൾ. പണ്ടത്തെ പോലെ പറയുകയാണെങ്കിൽ നമുക്ക് വൈദ്യുതീകരണത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം നമ്മൾ ഫിലമെന്റ് ലാമ്പുകളാണ് ഉപയോഗിച്ചിരുന്നത്. അതിന്റെ പിന്നെ ഇത് കൂടുതലായതുകൊണ്ട്, അതായത് അന്തരീക്ഷത്തിലേക്ക് കൂടുതൽ ചൂട് വമിക്കുന്നത് കൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ CFL
ലാമ്പുകളിലേക്ക് മാറി. അത് മാറി ഇപ്പോൾ LED എത്തിയിരിക്കുന്നത്. അങ്ങനെ ഇത് ഒരു മെത്തേഡാണ്. അതുപോലെ തന്നെ ഊർജ്ജ ലാഭകരമായിട്ടുള്ള ഉപകരണങ്ങൾ മേടിക്കാം. അതിന് യൂണിറ്റ് ആയിട്ട് പറയുന്നത് സ്റ്റാർ യൂണിറ്റുകളാണ്. 3 സ്റ്റാർ, 1 സ്റ്റാർ, 3 സ്റ്റാർ, 5 സ്റ്റാർ അങ്ങനെയുള്ള സ്റ്റാറുകളുള്ള കൂടുതൽ ഊർജ കൺസംഷൻ നടത്തുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഗതാഗതത്തിൽ ഇലക്ട്രിക്കൽ വാഹനങ്ങൾ ഉപയോഗിക്കാം. ഏറ്റവും ആദ്യം പറഞ്ഞതുപോലെ ഒരാൾക്ക് വേണ്ടി ഒരു കാർ ഓടിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് കോമൺ ആയിട്ട് പോകുന്ന വാഹനങ്ങളിൽ പോവുകയാണെങ്കിൽ അത്രയും ഇന്ധന ലാഭം ഉണ്ടാവും. ആ ഇന്ധനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ധന നിർമ്മാണ വേളയിൽ നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് കടന്നു വരുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവിനെ നമുക്ക് കുറയ്ക്കാൻ കഴിയും. അതുപോലെ തന്നെ കൃഷിയിലൂടെയും വനവൽക്കരണത്തിലൂടെയും നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും. ഇനി ഓരോ വാതകങ്ങളും നമ്മൾ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുകയാണെന്ന് ചോദിച്ചാൽ, കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ സൗരോർജ്ജം ഉപയോഗിക്കാം, കാറ്റാടി ഊർജ്ജം ഉപയോഗിക്കാം, കൽക്കരിയുടെ ഉപയോഗം കുറയ്ക്കുക, പെട്രോള് ഉപയോഗം കുറയ്ക്കുക, ഡീസൽ ഉപയോഗം കുറയ്ക്കുക, പകരമായി ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുക, പൊതുഗതാഗതം കാര്യക്ഷമമാക്കുക, കൂടുതലാക്കുക, വനവൽക്കരണം, വ്യവസായങ്ങളിൽ ഊർജ്ജ കാര്യക്ഷമതയുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുക, വനവൽക്കരണം എന്നിവയൊക്കെയാണ് നമുക്ക് ചെയ്യാം. പിന്നെ മീഥെയിൻ ആണെങ്കിൽ മാലിന്യങ്ങളെ ശാസ്ത്രീയപരമായി കൈകാര്യം ചെയ്തെങ്കിൽ മീഥെയിൻ വാതകം പുറത്തു വരും. അപ്പൊ അതിനകത്ത് ഏറ്റവും നല്ല ഒരു ഇതാണ് ബയോഗ്യാസ് പ്ലാന്റ്. അത് വളരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും. കൃഷിയിൽ ഏറ്റവും കൂടുതൽ ലിങ്ക് ആയിട്ട് വരുന്ന പശുപരിപാലനത്തിന് അതിലും നമുക്ക് മീഥെയിൻ ആണ് കൂടുതൽ വരുന്നത്. അതില് നമ്മൾ മെച്ചപ്പെട്ട രീതിയിലുള്ള കാലിത്തീറ്റകളും മൃഗപരിപാലനവും നടത്തുമ്പോൾ ഈ മീഥെയിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ നെൽകൃഷിയിലുള്ള ജലനിയന്ത്രണത്തിന് അത് കഴിയും. അപ്പം നമ്മുടെ തോത് ഞാൻ നേരത്തെ പറഞ്ഞു 28 തുടങ്ങി 30 കാർബൺ ഡൈ ഓക്സൈഡിന് തുല്യമാണ് ഒരു മീഥെയിൻ. അപ്പൊ ഒരു മീഥെയിനെ തന്നെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല ഉത്ഭവ സ്ഥാനത്ത് തന്നെ കൺട്രോൾ ചെയ്യുകയോ അതില്ലെങ്കിൽ ഈക്വലന്റ് ആയിട്ട് ചെയ്യുകയോ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ നൈട്രസ് ഓക്സൈഡ് ആണെങ്കിൽ രാസവളത്തിന്റെ അമിതമായ ഉപയോഗം മണ്ണിന്റെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുന്നതിന് വിളവർധന സാധ്യതകൾ ഉണ്ടാക്കുക, കൃത്യത കൃഷി ഇതാക്കാം, കൂടുതൽ വർദ്ധിപ്പിക്കുക, ജൈവവള പ്രയോഗം വർദ്ധിപ്പിക്കുക, വ്യവസായ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ മൃഗ മാലിന്യങ്ങൾ, അജൈവ മാലിന്യങ്ങൾ ഇവയൊക്കെ നമുക്ക് ഈ കൃത്യമായ രീതിയിൽ നടത്തുക. അതുപോലെ തന്നെ കാര്യക്ഷമമായ ജലസേചന രീതികൾ ഉപയോഗിക്കാം, അമിതമായി അല്ലാതെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ പോഷകങ്ങളുടെ ശരിയായ വിനിയോഗം ചെടികൾക്ക്, അതായത് കാര്യക്ഷമമായ രീതിയിൽ വളപ്രയോഗം ബാക്കിയുള്ളത് നോക്കുക, അനാവശ്യമായിട്ട് ഇട്ട് കൊടുക്കാതെ മണ്ണിന്റെ pH ഒക്കെ നോക്കി, അതുപോലെ തന്നെ മണ്ണിൽ എത്രയാണോ നൈട്രജന്റെ കുറവ് അത് അനിവാര്യമായ രീതിയിൽ ജൈവവളക്കൂട്ടുകളോ അതല്ല എങ്കിൽ ജീവാണു വളക്കൂട്ടുകളോ കൊടുത്ത് നടക്കുന്നില്ല എങ്കിൽ മാത്രം ഏറ്റവും അവസാന ഭാഗം മാത്രം രാസവള പ്രയോഗങ്ങളിലേക്ക് നീങ്ങുക. അതുപോലെ തന്നെ കാർഷിക വനവൽക്കരണം, അതായത് അഗ്രോ ഫോറസ്ട്രി, അതായത് ആ രീതിയിലേക്ക് കൃഷി സമ്പ്രദായം കൊണ്ടുവരിക. അങ്ങനെ വരികയാണെങ്കിൽ വളരെ കൂടുതലാണ്. അതിനെ നമുക്ക് അഗ്രോ എക്കോളജിക്കൽ സോണുകളായിട്ട് വരെ തിരിച്ചിട്ടുണ്ട്. ആ 5 അഗ്രോ എക്കോളജിക്കൽ സോണുകളിൽ നിന്ന് വേണ്ട അതില് കാർഷിക വനവൽക്കരണ രീതിയിലുള്ള കൃഷി സമ്പ്രദായം റെഡിയാക്കുക. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കൃഷിയില് ഏറ്റവും നല്ല സംരക്ഷിത കൃഷിയിലേക്ക് കൊണ്ടുപോകുക. ഇത് ഇത്രയുമായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ നിയന്ത്രിച്ച് കൃഷിയിൽ വളരെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃഷിയിലൂടെ വരുന്നതും ബാക്കിയുള്ള കാര്യങ്ങളും നേരിടാം. അപ്പൊ കാർബൺ ഫുട് പ്രിന്റില് കൃഷിയിൽ നിന്ന് 22% ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിനെ നമുക്ക് നന്നായിട്ട് കൺട്രോൾ ചെയ്യുകയും അതോടൊപ്പം നമുക്ക് സംരക്ഷിത കൃഷി രീതിയും കാർഷിക വനവൽക്കരണ രീതിയും കൃത്യത കൃഷിയിലൂടെയും നമുക്ക് എന്ത് ചെയ്യാം, കൃഷിയെ ലാഭകരമാക്കി കൊണ്ടുപോവുകയും ചെയ്യാം. ഇതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരൊറ്റ വാക്കില് നമുക്ക് ഒരു പണയ വസ്തു ആയി പോലും നമ്മുടെ മരങ്ങളെ ഉപയോഗിക്കാം എന്ന്. അത് അനുസരിച്ച് നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അതായത് ഇപ്പോൾ നെറ്റ് സീറോ എമിഷൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യമായിട്ട് എമിഷൻ കുറയ്ക്കുന്നത് അല്ലെങ്കിൽ അവശേഷിക്കുന്ന കുറച്ച് മാത്രമുള്ള ഇതിനെ ഓഫ്സെറ്റ് ചെയ്യുക. അതാണ് എമിഷൻ, നമ്മൾ നെറ്റ് സീറോ എമിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് വിവിധ തരത്തിലുള്ള നമുക്ക് നമ്മുടെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലും എല്ലാവരും കൂടെ ഷെയർ ചെയ്ത്, ശരിക്കും പറഞ്ഞാൽ യുണൈറ്റഡ് നാഷന്റെ പിന്തുണയോടെ കാലാവസ്ഥ ലക്ഷ്യമാക്കിക്കൊണ്ട് നമുക്ക് ആദ്യമായിട്ട് 1988 തുടങ്ങിയത്. ശരിക്കും 2020
2050 അതായത് 2026 ഇനി ഒരു 24 വർഷത്തിനുള്ളിൽ നെറ്റ് സീറോ ആണ് പരിപൂർണമായിട്ടും ലക്ഷ്യമിടുന്നത്. നെറ്റ് സീറോ എന്നതിന്റെ ലക്ഷ്യത്തില് ഭൂമിയുടെ താപനില നിയന്ത്രിക്കല് ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമാണ്. അതുപോലെ തന്നെ കാലാവസ്ഥയുടെ ദുരന്തങ്ങൾ തടയാൻ വേണ്ടിയിട്ട് കഴിയും. മനുഷ്യരുടെ ജീവനും അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷയും രക്ഷിക്കാൻ നമുക്ക് കഴിയും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കാലാവസ്ഥാ വ്യതിയാനം ആ കാലാവസ്ഥാ മാറ്റം ബാധിക്കുന്ന എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ചെയ്യാൻ പറ്റും. ശുദ്ധമായ ഊർജത്തിലേക്ക് മാറാൻ കഴിയും. ലോകരാജ്യങ്ങൾ തമ്മിലുള്ള കരാർ അനുസരിച്ച് പാരീസ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞ ഒരു എഗ്രിമെന്റിനോട് കൂടിയതാണ് ഇതൊക്കെ സ്റ്റാർട്ടായത്. ഈ ഉടമ്പടി പ്രകാരം നമുക്ക് ശരിക്കും പറഞ്ഞാല് ഇപ്പോഴത്തെ ആഗോള താപനം 1.5 ഡിഗ്രിയിലേക്ക് കുറക്കണം. ഇപ്പൊ രണ്ടിലും മേലെയുമാണ്. ഏകദേശം 2016 നവംബറിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് 4 കൂടിയിട്ടാണ് ഇത് പ്രാബല്യത്തിൽ വന്നു. ഇന്ത്യയില് നെറ്റ് സീറോയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഔദ്യോഗികമായിട്ടുള്ള ലക്ഷ്യം 2070 നെറ്റ് സീറോ നേടിയെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ COP26 കാലാവസ്ഥാ സമ്മേളനത്തില്, അതായത് 2021 നടന്ന കോൺഫറൻസിൽ, അതായത് കോൺഫറൻസ് ഓഫ് ദ പാർട്ടീസ് ഓഫ് 26th സെക്ഷനിൽ ഐക്യരാഷ്ട്രസഭയുടെ 26ാമത്തെ കാലാവസ്ഥ ഉച്ചകോടിയിൽ ശരിക്കും പറഞ്ഞാല് നമ്മൾ പറഞ്ഞ കാര്യങ്ങള് നമുക്ക് ഇന്ത്യയുടെ പഞ്ചാമൃതം എന്ന ഒരു ഇതിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. എന്താണ് ഇന്ത്യ പ്രഖ്യാപിച്ച പഞ്ചാമൃതം? അതായത് നോൺ ഫോസിൽ ഇന്ധനങ്ങൾ, എനർജി. 2030 ഇന്ത്യയുടെ ഫോസിലേതര ഇന്ധനങ്ങളിൽ നിന്ന് പൂർണ്ണമായി മാറി അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് വളരെ കൂടുതൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന 500 ഗിഗാവാട്ട്സ് ഉയർത്താനാണ് ശ്രമം നടത്തുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തത് പുനരുപയോഗ ഊർജങ്ങൾ. അത് 2030 രാജ്യത്തിന്റെ മൊത്തം ഊർജത്തിന്റെ ആവശ്യത്തിന്റെ 50% സൗരോർജം, കാറ്റ് തുടങ്ങിയവ പുനരുപയോഗിക്കാൻ പറ്റുന്ന സ്രോതസ്സുകളിൽ നിന്ന് കണ്ടെത്തുക എന്നുള്ളത്. മൂന്നാമത്തെ ഇതില് 5 പഞ്ചാമൃതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് 2030 വരെയുള്ള കാലയളവിൽ ഇന്ത്യൻ കാർബൺ പുറന്തള്ളൽ 100 കോടി ടണ്ണിൽ നിന്ന് 1 മില്യൺ ടണ്ണിൽ ആക്കി കുറയ്ക്കാനുള്ള പദ്ധതിയാണ് നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അതുപോലെ കാർബണിന്റെ തീവ്രത, ഇന്റൻസിറ്റി, അതായത് 2030 ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കാർബൺ തീവ്രത 45% താഴെയാക്കി കുറയ്ക്കാനും, 5ാമത്തെ പോയിന്റ് നെറ്റ് സീറോ 2070 നെറ്റ് സീറോ ആയിട്ട് പ്രഖ്യാപിക്കാൻ ആ സമയത്ത് കൺട്രോൾ ആക്കാനും കഴിയും എന്നുള്ളതാണ് ഈ പഞ്ചതന്ത്ര വിദ്യ കൊണ്ട് നടത്താൻ പോകുന്നത്. അതായത് 2025 ജൂൺ മുതൽ 5 വർഷത്തിനുള്ളിൽ പുനരുപയോഗം ചെയ്യുന്ന ഊർജത്തിന്റെ റെക്കോർഡ് നേട്ടം, അതായത് ഫോസിലേതര ഇന്ധനങ്ങൾ ഉപയോഗിച്ച് വർദ്ധിപ്പിക്കുക എന്നതും, നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ എന്ന് പറഞ്ഞ ഒരു പദ്ധതി ഇന്ത്യ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഹരിത ഹൈഡ്രജന്റെ ഉൽപാദനവും കയറ്റുമതിയും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അത് കൈവരിക്കുകയും ചെയ്യും. പിന്നെ സൗരോർജ പദ്ധതികൾ, സാധാരണക്കാരുടെ വീടുകളിൽ സൗരോർജം എത്തിക്കുകയും അതുവഴി ഉള്ള എമിഷൻ തടയുകയും ചെയ്യും. കാർബൺ സിങ്ക് വർദ്ധിപ്പിക്കുന്നു. വനവൽക്കരണത്തിലൂടെ അന്തരീക്ഷത്തിലെ 2.5 മുതൽ 3 മില്യൺ ടൺ കാർബൺ ഡയോക്സൈഡിനെ ആഗിരണ ശേഷി കൈവരിക്കുവാനും അധിക കാർബൺ സിങ്ക് സൃഷ്ടിക്കുവാനും ഇന്ത്യ പരിശ്രമിക്കുകയാണ്. അതായത് കാർബൺ സിങ്ക് എന്ന് പറഞ്ഞാല് വായുമണ്ഡലത്തിലെ കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്ത് സംഭരിക്കുക എന്ന ലക്ഷ്യത്തോട് പ്രകൃതിദത്തമായ മനുഷ്യൻ നിർമ്മിതമായതോ ആയ സംവിധാനങ്ങൾ അതിൽ ഉപയോഗിക്കുക. അതിന് ഉദാഹരണമായിട്ട് കാടും സമുദ്രവുമാണ് നമുക്ക് പറ്റുന്നത്. ഇതിനകത്ത് നമ്മൾ കേരളത്തിലേക്ക് കടക്കുകയാണെങ്കിൽ കേരളത്തിൽ നെറ്റ് സീറോ നേടാൻ എന്ത് ചെയ്യാം എന്ന് നമ്മൾ വിലയിരുത്തണം. കേരളത്തിൽ ഒരു ചെറിയ സംസ്ഥാനമാണ്, ഉയർന്ന വിദ്യാഭ്യാസ ഉള്ളവരാണ് കൂടുതലും. അതുപോലെ തന്നെ വൈദ്യുതി ഉപയോഗം ഈ വേനൽക്കാലത്താണ് കൂടിപ്പോയത്. അതുപോലെ തന്നെ വനപ്രദേശം കൂടുതലുണ്ട്. ഇവയൊക്കെ ഉള്ളത് കൊണ്ട് നെറ്റ് സീറോ എന്നുള്ള സങ്കല്പത്തിലേക്ക് എത്തുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ സോളാർ എനർജിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ്. അതായത് സോളാർ എനർജി വെച്ച് വീട്, സ്കൂള്, ആശുപത്രി, ഓഫീസുകൾ എന്നിവിടങ്ങളിൽ പൂർണ്ണമായിട്ടും സോളാർ എനർജി ഉപയോഗിക്കപ്പെടുത്താൻ ആണ് നോക്കുന്നത്. അതുപോലെ തന്നെ ഗ്രീൻ ട്രാൻസ്പോർട്ട്, രണ്ടാമത് കേരളത്തിൽ നടത്താൻ പോകുന്ന പദ്ധതിയിൽ കേരളത്തിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് മുഴുവനും EV വെഹിക്കിൾ ആകാൻ വേണ്ടിയിട്ട്, ഇലക്ട്രിക് വെഹിക്കിൾ ആകാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ കൂടുതൽ സബ്സിഡി ഇപ്പോൾ നമ്മൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതായത് 2 വീലേഴ്സിന്റെ സബ്സിഡിയിലേക്ക് എത്തുന്നു. അതുപോലെ KSRTC ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇലക്ട്രിക് ബസ്സുകൾ ആക്കി മാറ്റുന്നു. അത് കേരളത്തിന്റെ പ്രത്യേകതയാണ്. എനർജി എഫക്ട്
വീടുകൾ, അതായത് കേരളത്തിലെ വീടുകളിലെ AC, ഫ്രിഡ്ജ് അങ്ങനെയുള്ള ഇതിലേക്ക് അതിന്റെ എനർജി എഫിഷ്യന്റ് ബിൽഡിങ്, അതുപോലെ തന്നെ LED ബൾബ് എനർജി, അതുപോലെ സ്റ്റാർ അപ്ഗ്രേഡ് ആയിട്ടുള്ള ആപ്ലിക്കൻസ് ആയിട്ടുള്ളത്, അതായത് നമ്മുടെ സ്റ്റാർ 3 സ്റ്റാർ 5 സ്റ്റാർ എന്നുള്ള ഊർജ്ജ സ്രോതസ്സുകളുടെ ഉപയോഗം പരമാവധി കൺട്രോൾ ചെയ്തു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഉപയോഗിക്കണം. അതുപോലെ തന്നെ ട്രീ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ആക്കുക, അതായത് വനങ്ങൾ നഗരത്തിൽ അല്ലെങ്കിൽ അർബൻ ഫോറസ്റ്റ് അങ്ങനെയുള്ളത് ആ ഒരു രീതിയിൽ ഓരോ കുടുംബവും മരങ്ങൾ നട്ട് സംരക്ഷിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നോക്കാം. അതുതന്നെ സീറോ വേസ്റ്റ് കേരള, അതായത് മാലിന്യം അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മീഥേൻ എമിഷൻ പരിപൂർണമായിട്ടും ഇതാക്കാൻ മാലിന്യം വേർതിരിച്ച് വീടുകളിൽ തന്നെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലാത്തത് കളക്ട് ചെയ്ത് കൊണ്ടുവന്നു അതിന് നമുക്ക് നല്ലൊരു മാതൃക തന്നെ നമ്മുടെ എല്ലാ പഞ്ചായത്തുകളിലും നടന്നു പോരുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ നടക്കാൻ പോകുന്നത് കാലാവസ്ഥ സൗഹൃദ കൃഷിയിലേക്ക് മാറുകയാണ്. നെൽപ്പാടങ്ങള്, അതുപോലെ തന്നെ മത്സ്യബന്ധനം, അവയൊക്കെ കൂടി ഉള്ളത്, ജൈവ കൃഷി രീതികള്, നെൽപ്പാടത്തിൽ നിന്ന് മീഥേൻ കുറച്ചുകൊണ്ടുള്ള പദ്ധതികള്. അതായത് അടുത്തത് ജലവൈദ്യുതി അല്ലെങ്കിൽ കാറ്റിൽ നിന്നുള്ള വൈദ്യുതി അല്ലെങ്കിൽ തിരമാലകളിൽ നിന്നുള്ള വൈദ്യുതിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. സ്മോൾ ഹൈഡ്രോ പ്രൊജക്റ്റുകൾ, സോളാർ പ്ലസ് ഹൈബ്രിഡ് സിസ്റ്റങ്ങൾ, ഹൈ എഫക്റ്റീവ് സ്റ്റോറേജ് ഉള്ള ബാറ്ററീസ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നു. ലളിതമായി പറഞ്ഞാല് സോളാർ എല്ലായിടത്തും സോളാറിന്റെ, അതായത് സൗരോർജ ഇത് ഉണ്ടാക്കുന്നു. അതുപോലെ ഇലക്ട്രിക് ട്രാൻസ്പോർട്ട്സ് അത് ഉപയോഗിക്കാനും ട്രീ പ്ലാന്റ് ചെയ്യാനും, അതായത് ചെടികൾ വയ്ക്കാനും, സീറോ വേസ്റ്റ് പദ്ധതികളും ഗ്രീൻ ബിൽഡിങ്സും ഇവയൊക്കെയാണ് കേരളം ലക്ഷ്യമിടുന്നത്. അപ്പം ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമ്മൾ ഇതിനെപ്പറ്റി പഠിക്കുകയാണെങ്കിൽ അത് നമ്മൾ ഓരോരുത്തരും, അതായത് നാട് നന്നാകണമെങ്കിൽ വ്യക്തി നന്നായാൽ നാട് നന്നാകും എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മളിപ്പോ ഒരു വ്യവസായ സ്ഥാപനത്തിന്റെ ഉടമയാണെങ്കിൽ നമുക്ക് ഒരു കൺസെപ്റ്റിലേക്ക് എത്താൻ പറ്റും. അതായത് ഊർജം എത്ര വാതകം പുറത്തേക്ക് വിടുന്നു, കാർബൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ മീഥേൻ അങ്ങനെയുള്ള ആ സ്ഥാപനത്തിന് എന്താണ് എമിഷൻ, അതായത് ഉത്സർജനത്തിന് അനുസരിച്ച് വൃക്ഷത്തൈകള് നട്ടുപിടിപ്പിച്ച് പരിപാലിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു നിയമം വരികയാണെങ്കിൽ, ഇനി പറയുന്ന ആ നിയമങ്ങൾ വളരെ കൂടുതൽ ബലപ്പെട്ട് കിട്ടുകയാണെങ്കിൽ അത് കർഷകനായിരിക്കും ഏറ്റവും കൂടുതൽ ഗുണം കിട്ടും. ഇനി വാഹനങ്ങൾ മേടിക്കുന്ന ഒരാള് ആ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഉത്സർജിക്കപ്പെടുന്ന വാതകത്തിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് നമ്മൾ മരങ്ങൾ നട്ടുപിടിപ്പിച്ച് വളർത്തുന്ന രീതി, നടുക മാത്രം പോരാ, നട്ട് വളർത്തുന്ന പരിപാലനം കൂടെ നോക്കണം. നിലവിലുള്ള വൃക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിന് ഒരു വേതനം നൽകുന്ന രീതിയിലേക്ക് വരണം. അതുപോലെ തന്നെ ഉപകരണങ്ങൾ വാങ്ങിക്കുമ്പോൾ ഫ്രിഡ്ജ്, ബാക്കിയുള്ളത് അങ്ങനെയുള്ള ഏറ്റവും കൂടുതൽ അപകടകാരിയായിട്ടുള്ള വാതകങ്ങൾ ഉത്സർജിക്കുന്നതിലേക്ക് തൈ നട്ട് പരിപാലിക്കുന്ന ഒരു പദ്ധതിയിലേക്കും, അതല്ല എങ്കിലും അവർ വാങ്ങുന്നുണ്ടെങ്കിൽ അതിന് ഈക്വലന്റ് ആയിട്ട് ഉള്ള കാർബൺ ഫുട് പ്രിന്റ് ഉള്ള, അതായത് കാർബൺ ക്രെഡിറ്റ് ഉള്ള ചെടികള് നടുന്ന ആ ഒരു ക്രെഡിറ്റ് വാങ്ങി അതിന് ഈക്വലന്റ് ആയിട്ട് കാർബണെ ന്യൂട്രലൈസ് ചെയ്തു എന്ന് വരുത്തി ഈക്വലൈസ് ചെയ്ത്, അതായത് നമ്മുടെ നെറ്റ് സീറോ എമിഷൻ ആക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, സ്ഥലമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ പദ്ധതി, ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ, ഒരു കുടുംബത്തിൽ ഒരു കുട്ടി പിറക്കുമ്പോൾ ആ കുട്ടിയുടെ പിറന്നാളിനെ അടിച്ചുപൊളിച്ച് പൈസ കളയാതെ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ പദ്ധതിയിൽ അവരുടെ പേരില് ഓരോ ജന്മവർഷത്തിലും അല്ലെങ്കിൽ ഒരു ജന്മദിനത്തിലും അവർ ഒരു ചെടി നടുക. ഒരു ചെടി എന്ന് പറഞ്ഞാൽ ചെറുതല്ല, നമുക്ക് മരമായി വളരുന്ന ചെടികളെ നടുക. ഇനി തെങ്ങോ മാവോ പ്ലാവോ ഏതാണെങ്കിലും നടുകയാണെങ്കിൽ ഓരോ ജന്മദിനത്തിലും ഒരു മരം വെച്ച് നട്ട് പരിപാലിക്കുകയാണെങ്കിൽ അവന്റെ ആയുസിൽ മിനിമം ഒരു 70 മരങ്ങളെങ്കിലും വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇതിനൊരു പരിഹാരമായിട്ട് വരും. അതുപോലെ തന്നെ പുറമേ നിന്ന് വരുന്ന ഒരു ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിലും ഇതേപോലെ തന്നെ വനവൽക്കരണത്തിന് അല്ലെങ്കിൽ അഗ്രോ ഫോറസ്ട്രിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാം. അതുപോലെ തന്നെ വനവൽക്കരണം, അഗ്രോ ഫോറസ്ട്രി ഇവയ്ക്കൊക്കെ ഓരോ പഞ്ചായത്തിനും അതിനൊരു കണക്കും ബാക്കിയുള്ളതും വയ്ക്കുകയാണ് എങ്കിലും നമ്മളുടെ ലോകരാഷ്ട്രങ്ങൾ കൊടുക്കുന്ന ഈ ആനുകൂല്യങ്ങള് നമുക്ക് ചെടികളുടെ ഉപയോഗത്തിന് ഒരു ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പ്ലാവ്, ഒരു മാവ്, അതിന്റെ വെജിറ്റേറ്റീവ് ഗ്രോത്തിന്റെ അനുസരിച്ചിട്ട് കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട്. അതനുസരിച്ചിട്ട് നമുക്ക് അതിനകത്തുനിന്ന് ഒരു വർഷം
കാർബണെ എത്ര അബ്സോർവ് ചെയ്യുന്നു, എത്ര കാർബൺ ക്രെഡിറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കി ഒരു കാർബൺ ക്രെഡിറ്റിന് കിട്ടുന്ന തുക ഓരോ കർഷകനും വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ കർഷക സമൂഹത്തിന് തന്നെ വളരെ കൂടുതൽ നല്ല കാര്യങ്ങളായിട്ട് വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം ഈ കാർബൺ ക്രെഡിറ്റില് നമ്മൾ വളരെ കൂടുതൽ ചിന്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മളെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് കാർബൺ ക്രെഡിറ്റിന്റെ കൂടെ നിൽക്കുകയാണ് എങ്കിൽ ഓരോ കർഷകരും അവന്റെ ജീവിത നിലവാര സൂചിക വർദ്ധിപ്പിക്കാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തില് ശരിക്കും ആദ്യമായിട്ട് കാർബൺ ന്യൂട്രൽ എന്നുള്ള കൺസെപ്റ്റ് എത്തിയത് വയനാട് ജില്ലയിലെ മീനങ്ങാടി പഞ്ചായത്താണ്. ആ മീനങ്ങാടി പഞ്ചായത്തിൽ കർഷകര് ഷെയർ ചെയ്യുന്നതിന് അനുസരിച്ചിട്ട് ഒരു കർഷകന് ഒരു വർഷത്തേക്ക് 500 രൂപയാണ് ഒരു മരത്തിന് സംരക്ഷണം കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈ കാർബൺ ക്രെഡിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു കർഷകന് ഒറ്റയ്ക്കായിട്ടോ ഓടിപ്പോയി ചെയ്യാൻ പറ്റുന്ന കാര്യം അല്ല. അപ്പൊ ഈ കാർബൺ എമിഷനെ വളരെ കൂടുതൽ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ നമ്മള് എല്ലാ വ്യവസായ സ്ഥാപനങ്ങളിലും അല്ലെങ്കിൽ വ്യവസായ രാജ്യങ്ങളും പുറപ്പെടുവിക്കുന്ന കാർബണിന്റെ അളവിന് അനുസരിച്ചിട്ട്, അതായത് ഒരു കാർബൺ ക്രെഡിറ്റ് അനുസരിച്ചിട്ടാണ് ആ കാർബൺ ക്രെഡിറ്റ് ഉപയോഗിച്ചിട്ടാണ് കർഷകരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ കാർബൺ കളക്ടിങ് ഫാമിംഗ് സിസ്റ്റം കൊണ്ടുവന്ന് ഈ രീതിയിൽ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് വളരെ കൂടുതൽ കാര്യങ്ങൾ കർഷകന് വേണ്ടിയിട്ട് ചെയ്യാം. അതായത് അവൻ 10 മരം അല്ലെങ്കിൽ 10 തെങ്ങ്, 10 മാവ്, 10 പ്ലാവ് ഉണ്ട് എങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് തന്നെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ആ കാറ് മേടിക്കുന്നവൻ 5 മരം നട്ട് അതിനെ ഈക്വലൈസ് ചെയ്ത്, അതായത് 15 വർഷത്തെ റോഡ് ടാക്സ് കൊടുക്കുന്നത് പോലെ തന്നെ അതിന് ഈക്വലന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന റോഡ് ടാക്സ് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഒരു വാഹനം മേടിക്കുന്ന സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ എന്ത് ചെയ്യണം? അവര് മരം വെച്ചു പിടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈക്വലന്റ് ആയിട്ടുള്ള കാർബൺ ക്രെഡിറ്റ് അവർ ഷെയർ ചെയ്യണം. അങ്ങനെ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വരുമ്പോൾ ആ ഒരു പണയ വസ്തുവായിട്ട് നമുക്ക് നമ്മുടെ മരങ്ങളെ മാറ്റിയെടുക്കാൻ കഴിയും. ഈ രീതിയിൽ നമുക്ക് ചെയ്താൽ വളരെ കൂടുതൽ ഗുണം ചെയ്യും നമ്മുടെ കൃഷിക്ക്. അപ്പോൾ കാർബൺ ക്രെഡിറ്റ് കൈമാറ്റം ചെയ്യാനുള്ള രാജ്യാന്തര പോർട്ടൽ ഇന്ത്യയിൽ തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ കാർബൺ മാർക്കറ്റ് പോർട്ടൽ എന്നാണ് അതിന്റെ പേര്. അപ്പം സർക്കാർ നിയന്ത്രണത്തിലായതുകൊണ്ട് ഇത് വളരെ എഫക്റ്റീവായിട്ട് കർഷകർക്ക് ഗുണം ചെയ്യും. ആ രീതിയിലും കൂടെ നമ്മൾ ചിന്തിക്കുകയാണ് എങ്കിൽ നമുക്ക് വളരെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. ഇനിയുള്ളത് നമുക്ക് ഈ നെറ്റ് സീറോ, ഞാൻ പറഞ്ഞ നേരത്തെ 3 കാര്യങ്ങളാണ് പറഞ്ഞത്: കാർബൺ ന്യൂട്രൽ, കാർബൺ ഫുട് പ്രിന്റ്, നെറ്റ് സീറോ. ഈ നെറ്റ് സീറോയിൽ ഇതില് നമുക്ക് ക്യാഷ് കിട്ടുന്നു എന്നുള്ളതിന് ഉപരി നമ്മൾ നേരത്തെ പറഞ്ഞ ലോ എന്ന കൺസെപ്റ്റിലേക്കും നമ്മളെ എല്ലാ ജീവജാലങ്ങളെയും കൊളുത്തിയിട്ടിരിക്കുന്ന ആ ഒരു അജ്ഞാത ചരട്, ആ ശ്വസനം അല്ലെങ്കിൽ ശ്വാസം എന്ന ചരടില് നമുക്ക് പിൻബലം കൊടുക്കണമെങ്കിൽ ആ ലോ എന്നുള്ള കൺസെപ്റ്റും കൂടെ എത്തണം. അതായത് മണ്ണ്, ജലം, വായു ഇവ 3ഉം മലിനപ്പെടുത്താതെ നമ്മൾ കൈമാറിയാലേ പറ്റൂ. ആ രീതിയിൽ തന്നെ നമ്മൾ കൈമാറുമ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ അത് കൃഷിയിൽ വളരെ കൂടുതൽ, കൃഷി എന്നല്ല എല്ലാ കാര്യങ്ങളിലും കർഷകന് വളരെ കൂടുതൽ ഉപകരിക്കും. കാരണം മാവിൽ നിന്ന് മാങ്ങ കിട്ടിയില്ലേ പോലും അതിന്റെ വെജിറ്റേറ്റീവ് ഗ്രോത്തിനെ ബേസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന കാർബൺ ക്രെഡിറ്റിനനുസരിച്ച് ഓരോ ചെടിക്കും ഓരോ വ്യത്യസ്തമായിരിക്കും കാർബൺ ക്രെഡിറ്റ്. അപ്പൊ ഒരു കുടുംബത്തിൽ ഒരു വർഷത്തിൽ കാർബൺ കുറയ്ക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ 4 അംഗമുള്ള ഒരു കുടുംബത്തില് വലിയ മാറ്റം കൊണ്ടുവരാനുണ്ട്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്ഷൻ പ്ലാൻ ആയിട്ട് ഉപയോഗിക്കാൻ നമുക്ക് പറ്റും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്ക് ഒരു വർഷം കണക്കാക്കി എടുക്കുകയാണെങ്കിൽ ഒരു ചെറിയ ടൈം ടേബിൾ പോലെ എടുക്കാം. അതിന് 1 തുടങ്ങി 2 മാസത്തേക്ക് നമ്മുടെ ആദ്യത്തെ വൈദ്യുതി ഉപയോഗം കുറയ്ക്കുന്നു എന്നൊരു തീരുമാനത്തിലൂടെ ഓരോ വ്യക്തിക്കും ഇതിനകത്തേക്ക് കടന്നു വരാൻ പറ്റും. അതുപോലെ തന്നെ അതിലെ എല്ലാ ബൾബുകളും LED ആക്കുക. AC ടെമ്പറേച്ചർ 24-നും 26 ഡിഗ്രിയിലേക്കും നിൽക്കുക. സ്റ്റാൻഡ് ബൈ പവറുകൾ ഉപയോഗിക്കുക. പഴയ
അപ്ലയൻസുകൾ, പഴയ മോഡലുകൾ, അതായത് പിന്നെ എനർജി എഫിഷ്യൻസി ഇല്ലാത്ത മോഡലുകൾ മാറ്റി എനർജി എഫിഷ്യൻസി ഉള്ള മോഡലുകളാക്കുക. ഇത് ഒരു കുടുംബത്തിൽ ചെയ്യുമ്പോൾ, എല്ലാ കുടുംബവും അങ്ങനെ ചെയ്യുമ്പോൾ നല്ല മാറ്റം വരും. അതിനൊരു നല്ല ഉദാഹരണമാണ് നമ്മുടെ ഹരിത കർമ്മസേന. നമ്മളുടെ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്, നമുക്കൊരു 2 മാസത്തെ ആദ്യത്തെ കഴിഞ്ഞു. ഇനി 3-4 മാസത്തില് നമുക്ക് ധൈര്യമായിട്ട് വേസ്റ്റ് സീറോ ആക്കുക, അല്ലെങ്കിൽ സീറോ വേസ്റ്റ് എന്നാക്കുക. അതായത് നേരത്തെ പറഞ്ഞ വീട്ടിലെ മാലിന്യങ്ങൾ, കാർബൺ വേസ്റ്റ് ഉണ്ടാക്കുന്നത് അത് ഇതാക്കി വേസ്റ്റുകൾ ഡ്രൈ, ബാക്കിയുള്ള വെറ്റ്, അതിനകത്ത് പിന്നെ പുനർനിർമ്മാണം പെയിന്റ്, അങ്ങനെ എല്ലാത്തിനെയും സെപ്പറേറ്റ് ചെയ്ത് ഹരിത കർമ്മസേന എന്നുള്ള സങ്കല്പത്തിൽ തന്നെ അവർക്ക് ഒരു ഫീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ഭാവിയിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കടിഞ്ഞാണാണ്. നമ്മുടെ ശ്വാസം, അതല്ലെങ്കിൽ നമ്മൾ വലിക്കുന്ന ഓക്സിജനില് മാലിന്യം വരാതെ സംരക്ഷിക്കാൻ അതിനൊരു പിന്താങ്ങ ആയിരിക്കും. അതുപോലെ തന്നെ കിച്ചൺ കമ്പോസ്റ്റ്, അതായത് കിച്ചൺ കമ്പോസ്റ്റ് ബിൻ ഉണ്ടാക്കുക. അതായത് വീട്ടിലുള്ള മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ നമുക്ക് ഇതാക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഉണ്ടാകുന്ന മീഥേൻ എമിഷൻ നമുക്ക് കുറയ്ക്കാൻ കഴിയും. അപ്പം ഈ രീതിയിൽ നമുക്ക് ഇങ്ങനെയുള്ള വലിയ മാലിന്യ കൂട്ടങ്ങളിൽ നിന്ന് നമുക്ക് നമ്മുടെ മീഥേൻ എമിഷൻ കുറയ്ക്കാനും, പിന്നെ നമ്മളെ കോമൺ ആയിട്ടുള്ള പിന്നെ വാഹനങ്ങൾ ഉപയോഗിക്കുക, അതുപോലെ ട്രെയിൻ ഉപയോഗിക്കുക, ഈ ഫിലമെന്റ് ബൾബ് മാറി നമ്മൾ LED ബൾബ് ഉപയോഗിക്കുക, അതുപോലെ പിന്നെ എഫിഷ്യൻസി ഉള്ള നല്ല പിന്നെ 3 സ്റ്റാർ 5 സ്റ്റാർ ഉള്ള ഫ്രിഡ്ജുകൾ ഉപയോഗിക്കുക, കാറ്റാടി ഇന്ധനങ്ങൾ ഉപയോഗിക്കുക, ബയോഗ്യാസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇലക്ട്രിക് ആണ്. അതുപോലെ തന്നെ ഈ പിന്നെ വ്യവസായ സ്ഥാപനങ്ങളിലെ ഇതൊക്കെ കുറയ്ക്കുന്ന രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. പിന്നെയുള്ളത് 5-6 മാസങ്ങളിലാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും കാർ എന്നുള്ള, ഇപ്പൊ കാറുള്ളവര് കാറ് കൊണ്ടുപോകണ്ട എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കാർ ഉള്ളവര് എന്ത് ചെയ്യണം, നമുക്ക് അതിനകത്ത് 2 ദിവസമെങ്കിലും കാർ ഉപേക്ഷിച്ച് പൊതു വാഹനങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നമ്മൾ കൊടുക്കുന്ന ഒരു ചെറിയ പിൻബലമാണെങ്കിലും അതൊരു വലിയ മാറ്റത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. അതുപോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഗവൺമെന്റ് അതിനെ മുൻനിർത്തിയിട്ടാണ് ഈ സംവിധാനത്തിന്, ഈ പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ നേരത്തെ ഉപയോഗിച്ചത്. അങ്ങനെ ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഫ്യൂവൽ, അതായത് നമ്മുടെ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗങ്ങൾ വളരെ കൂടുതൽ കുറയ്ക്കാൻ കഴിയും. പിന്നെ ഫുഡ് ഹാബിറ്റ് ആണ്, ഭക്ഷണത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ, അതിനെ അനുസരിച്ചിട്ട് ലോക്കൽ ഫുഡുകൾ മാത്രമായി കഴിക്കുക. ഫുഡ് വേസ്റ്റ്, അതായത് സീറോ ഗോൾ എന്നുള്ള കൺസെപ്റ്റിലേക്ക് എത്തുക. പിന്നെ 9-10 മാസവും നമ്മൾ എന്ത് ചെയ്യുക, റൂഫ് ടോപ്പ് സോളാർ ആക്കാനുള്ള ശ്രമം നടത്തുക. ഒരു വർഷം കൊണ്ട് നമ്മളൊരു മാറ്റം നടത്തിയാൽ ഈ 26 കഴിഞ്ഞ് 30 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് നെറ്റ് സീറോയിലേക്ക് എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്കൊരു 30% മാറ്റിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ 2 kV റൂഫ് ടോപ്പ് സോളാർ സിസ്റ്റം, അതിനൊക്കെ സബ്സിഡി ഗവൺമെന്റ് കൊടുക്കുന്നത് ഈ മുൻനിർത്തിയിട്ടാണ്, ഇതിന്റെ കാര്യത്തിലാണ്. അതുപോലെ തന്നെ കാർബൺ ഫുട് പ്രിന്റിന്റെ ഇതില് മിനിമം നമ്മൾ അത് മനസ്സിലാക്കി നമ്മുടെ ഓരോ വ്യക്തികളും നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് കൊടുക്കുന്ന കാർബൺ ഡയോക്സൈഡിനെ ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുട്ടി ജനിക്കുമ്പോൾ അവന്റെ പേരിൽ ഒരു മരം നടുന്ന ഒരു കൺസെപ്റ്റിലേക്ക് എത്തുക. ആ മരം വളരുന്നതിനനുസരിച്ചിട്ട് അതിന്റെ കാർബൺ ക്രെഡിറ്റ് അനുസരിച്ചിട്ട് അതൊരു വരുമാന മാർഗമാക്കാനും ശ്രമിക്കുകയാണെങ്കിൽ ആകെ കുടുംബത്തിന്റെ കാർബൺ ഫുട് പ്രിന്റ് നമുക്ക് 30 തുടങ്ങി 50% വരെ കുറയ്ക്കാൻ കഴിയും. ഇതൊരു ഗോൾഡൻ ചാൻസ് ആയിരിക്കും. ആ രീതിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നല്ലതാണ്. അപ്പം ആ രീതിയിൽ ചെയ്യുകയാണെങ്കിലും, അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മാലിന്യങ്ങൾ സംരക്ഷണം, പിന്നെ സംസ്കരണവും, അതുപോലെ തന്നെ ബയോഗ്യാസിന്റെ ഉപയോഗം, ഇതൊക്കെ നമ്മുടെ രാജ്യത്തെ വളരെ കൂടുതൽ മാറ്റത്തിലേക്ക് എത്തിക്കാം. നമുക്ക് ഒറ്റയ്ക്ക് പിടിച്ചു കഴിഞ്ഞാല് നടക്കത്തില്ല എന്ന ആ കൺസെപ്റ്റ് മാറിയിട്ട് നമുക്ക് കർഷകർക്ക്, ശരിക്കും പറഞ്ഞാല് കർഷകർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ ഇനി ആരുമില്ല. അതായത് കർഷകരായ നിങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കാൻ മറ്റാരെങ്കിലും വരുമെന്നുള്ള കാത്തിരിപ്പേ വേണ്ട. ഉണർന്ന് നമ്മൾ ഇപ്പൊ തന്നെ പ്രതികരിച്ച് ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഈ കാര്യം വിജയിപ്പിക്കാനും പ്രയാസമാണ്. നിങ്ങൾ എല്ലാവരും കൂടെ ഒത്തുപിടിക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇനി അടുത്ത കാർബൺ ക്രെഡിറ്റ് എങ്ങനെയാണ് സർക്കാരിൽ നിന്ന് മേടിക്കുക, അതൊരു വൈഡ് സബ്ജക്റ്റ് ആണ്. അതിന് വിവിധ തരം ഏജൻസികൾ നിലവിലുണ്ട്. ആ ഏജൻസികളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മളുടെ സ്ഥലത്തിൽ എത്ര മരങ്ങളുണ്ട്, ആ മരത്തിന് എത്ര ഇലച്ചാർത്തുണ്ട്, ഈ ഇലച്ചാർത്തിൽ നിന്ന് എത്ര കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിൽ നിന്ന് ആഗിരണം ചെയ്യുന്നുണ്ട്, ഇതിനെ ബേസ് ചെയ്ത് കാർബൺ ക്രെഡിറ്റ് എത്രയുണ്ട് എന്ന് കണ്ടുപിടിക്കണം. ഇത് ഞാൻ പറഞ്ഞ വിവിധ തരം പാരാമീറ്റേഴ്സ് ഉള്ളത് കൊണ്ട് അത് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യൽ റിസ്ക് ആണ്. ഞാൻ പെട്ടെന്ന് അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല. ആ രീതിയിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകൾ ഇന്ന് നിലവില് നമ്മളുടെ കേരളത്തിലുണ്ട്. അവരുമായി കമ്പൈൻ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ഈ കാർബൺ ക്രെഡിറ്റിലൂടെ ഇന്ന് പട്ടിണിയും പരിവട്ടവും
കടക്കണിയിലും കെട്ടിരിക്കുന്ന കർഷകർക്ക് ഒരു നല്ല ഒരു ഭാവി ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളും ഞാനും എല്ലാവരും ഒത്തുപിടിച്ചാൽ നമ്മുടെ ഭാവിയിലെ വരും തലമുറയ്ക്കും നമുക്കും എല്ലാവർക്കും ഈ ഭൂമിയെ രക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തും.